എൻ്റെ പേര് സോനു. ഞാൻ കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് പുതുപ്പള്ളിയിലൊരു തുണിക്കടയായിരുന്നു. ഞാൻ കടയ്ക്ക് വേണ്ടി പലിശയ്ക്ക് പണം എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അത് വൈഫ് അയർലൻഡിലേക്ക് പോകുന്ന സമയമായപ്പോഴത്തേക്ക് ഞാനും കൂട്ടത്തിൽ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പൈസ വേണമെന്നും പറഞ്ഞ് തിരികെ വേണമെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കി. ഒരു സമയത്ത് തന്നെ എനിക്ക് പൈസ ഒരുമിച്ച് എടുത്ത് ഇവർക്ക് കൊടുക്കുവാനുള്ള സാമ്പത്തികമില്ലായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വൈഫിൻ്റെ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞെങ്കിലും അവർക്ക് പറ്റില്ല. ഞാനും കൂട്ടത്തിൽ പോകുമെന്ന് പറഞ്ഞവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ കടയുണ്ടായിരുന്ന ടൈമിൽ തന്നെ ഞാൻ തിരുപ്പൂരൊരു മില്ലെടുത്ത് അതിൽ തുണി ഹോൾസെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പല കടകളിലേക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാമായിട്ടാണ് ഈ പലിശയ്ക്ക് പണം എടുത്തിരുന്നത്. ഇവരോട് സാവകാശം ചോദിച്ചിട്ടും ഇവരിത് പൈസ അപ്പം തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോകുമെന്ന് ഓർത്തുകൊണ്ട് ഇവർ പൈസ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷയമായിരുന്നു. എനിക്കതിന് പറ്റുന്നില്ല. പൈസ പെട്ടെന്ന് കൊടുക്കാനുള്ള എന്ത് ചെയ്യണമെന്നറിയാതെ ആകപ്പാടെ ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നിന്ന സമയത്ത് ഇവർ ഞാനൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിരുന്നത്. അതിലൊപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എമൗണ്ട് എത്രയാണെന്നൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കൂടുതലൊരു പലിശയ്ക്ക് പൈസ എടുത്തിരുന്ന ഒരാൾ ആ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ പൈസ തന്നില്ലേ ഞങ്ങൾ കേസ് കൊടുക്കും. അങ്ങനെ പറഞ്ഞ് അന്നേരം അത്ര തുക എടുക്കാൻ 3 ലക്ഷം രൂപയാണ് പുള്ളിക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. പുള്ളി അന്നേരത്തിന് പറഞ്ഞു വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. പുള്ളി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പുള്ളിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തതെന്ന് വെച്ചാൽ പുള്ളി എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനാണ്. ഞാൻ പറഞ്ഞു പൈസ പുള്ളിക്ക് കൊടുക്കാനുള്ളത് 3 ലക്ഷം രൂപ ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് അത് പറ്റത്തില്ലെന്നും പറഞ്ഞാണ് നിന്ന്. അവസാനം സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പൈസ 3 ലക്ഷം രൂപയാണ് കൊടുത്തതെന്നുള്ള കാര്യം പറഞ്ഞു. അന്നേരത്തിന് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക, ഞാൻ അന്നേരത്തിന് പൈസ കൊടുത്തോളാം, എനിക്ക് ഇപ്പോഴത്തേനും സാമ്പത്തികമില്ല, ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി അത് സമ്മതിക്കുന്നില്ല. എങ്ങനെയാണ് വേറെ പോലീസുകാരൻ അന്നേരത്തിന് പറഞ്ഞു, ഇങ്ങനെ പലിശയ്ക്കുള്ള പരിപാടിയാണെങ്കിൽ ഈ പലിശയ്ക്ക് തന്നയാളെ അറസ്റ്റ് ചെയ്യാം, അല്ലാതെ വേറെ നടപടിയില്ലെന്ന് പറഞ്ഞു. നമുക്ക് പുള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്നില്ല. പൈസ പുള്ളി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ പുള്ളിക്കെതിരെ കേസ് കൊടുത്തത്. പുള്ളി അന്നേരം അത് സമ്മതിച്ചില്ല. അങ്ങനെ വന്ന് കേസ് വേണ്ടെന്ന് പറഞ്ഞു. കേസ് വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞ് പുള്ളി അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ചെക്ക് കൊടുത്താണ് എൻ്റെ പേര് 10 ലക്ഷം രൂപ പുള്ളി ചെക്കിൽ എമൗണ്ട് എഴുതി ഇങ്ങനെ കേസ് കൊടുത്തു. അങ്ങനെ വന്ന് 1 കൊല്ലത്തോളം ഈ കേസിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തും തൊട്ടടുത്ത് നേരത്തെ കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളും കൂടി എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഈ 32 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ആ സമയത്ത് ഈ 3 ആളുകളും എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ വരിക, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിൻ്റെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ പിന്നെ അവിടെ നിന്ന് പോയി നോക്കാം, ഇനി ജീവിതത്തിൽ വേറൊരു മാർഗ്ഗമില്ല, ഇത്രയും തുക എല്ലാവർക്കുമായിട്ട് വീതിച്ച് കൊടുക്കണം, എല്ലാവരും കടന്ന് ബഹളമാണ്, എനിക്കൊന്നിനും മേലാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. മെയ് 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. ആദ്യം ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ശേഷം എല്ലാം കറക്റ്റായി ചെയ്തു. തൊട്ട് പുറകെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അനുകൂലമായിട്ട് കേസ് വിധി വരികയും എനിക്ക് ആ തുക 3 ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതിയെന്നായി. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇങ്ങനെയൊരു തീർപ്പുണ്ടായത്. എൻ്റെ ജപ്തി വരെ ഇത് ചെക്ക് കൊടുത്തതിൻ്റെ പേരിൽ ചെക്ക് നമ്മൾ 10 ലക്ഷം രൂപയാണെങ്കിൽ അതിന് 20% നമ്മൾ കോടതി കെട്ടിവെക്കണം. അങ്ങനെയാണ് കേസ് നടത്തുക. അപ്പോൾ എൻ്റെ കയ്യിൽ ആ തുക എടുക്കാനില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞ്, ഞാൻ ഇത് പലിശയ്ക്കാണ് പൈസ എടുത്തത്, അല്ലാതെ വേറൊരു ഇതിനും അല്ല പൈസ എടുത്തത്, അത് കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് പോലീസുകാരെന്നതിന് ഇവരുടെ സൈഡിൽ നിന്നിട്ട് സംസാരിക്കുകയായിരുന്നു. അവരുടെ കൂടെയാണ് നിന്നത്. കാരണം പൈസ കൂടുതൽ അവരുടെ ഭാഗത്താണ്, നമ്മളെ കൂടെ നിൽക്കാനും ആരുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ കൃപാസനത്തിൽ നിന്ന് കാശ് രൂപവും ഉടമ്പടിത്തെല്ലാം തേച്ചിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനോട്ട് പോയി. അന്ന് ജൂൺ 30 ആയിരുന്നു, എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അന്ന് ഈ കോടതിയിൽ നിന്നുള്ള വിധി പൈസ കെട്ടിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഒരു പോലീസുകാരൻ CA ശ്രീജിത്ത് എന്ന് പറയുന്ന സാറിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പുള്ളി ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഇതായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് അറിയായിരുന്നു. പക്ഷേ പുള്ളിയെ കാണാൻ പറ്റുന്നില്ല, എപ്പോൾ ചെന്നാലും പുള്ളി അവിടെ ഇല്ല. അങ്ങനെ ഈ കാര്യം മുഴുവൻ ഞാൻ വേറൊരു പോലീസ് ഓഫീസറിൻ്റെ അടുക്ക പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ വീടിൻ്റെ ജപ്തി വരെ വന്ന് നിൽക്കുക, ഞങ്ങൾക്ക് ഇറക്കി പോകാൻ വേറെ സ്ഥലമില്ല, ഈ വീടല്ല ഞങ്ങൾക്ക് ഒന്നുമില്ല, എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഇത് വീട് കിടക്കുന്നത്, എൻ്റെ പേരിലായിട്ടല്ല. അദ്ദേഹത്തെ എല്ലാം വീട്ടുകാരെ എല്ലാം കൂട്ടി ഇവിടുന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. എനിക്ക് എന്താണെന്നറിയാമല്ലോ, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഇതിലായിപ്പോയി. അങ്ങനെ ഇപ്പോൾ തന്നെ ആ സാറ് പറഞ്ഞിങ്ങനെ ഞാൻ വേറെ ആളെ കാണിക്കാം,
പുള്ളിയോട് കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറഞ്ഞു, വിശദമായിട്ട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ട് വന്നിട്ട് നേരെ അകത്തോട്ട് ശ്രീ സാറിൻ്റെ അടുക്കലോട്ട് തന്നെയാണ്. ഞാൻ ആരെ കാണണമെന്ന് ആഗ്രഹിച്ചോ ആ ആളെ തന്നെ കാണാൻ പറ്റി. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. അദ്ദേഹത്തോട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ഇയാളെ അവിടെ വെച്ച് തന്നെ ഫയർ ചെയ്തു. നിനക്ക് നാണമില്ല ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ വേണ്ടി നിനക്ക് നാണമില്ല എന്ന് ചോദിച്ചത്. അപ്പോൾ പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് സാർ അന്നേരത്തിന് പറഞ്ഞ്, പിന്നെ എന്നോടും ഇതായിട്ട് പറഞ്ഞു, നീ നിനക്ക് ഇവിടെ നിന്നല്ലാതെ വേറെ ബാങ്കിൽ നിന്നൊക്കെ പോയി ലോൺ എടുക്കാൻ പറ്റും. എൻ്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. സിവിൽ കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഇതിൽ പോയി പെട്ടുപോയത്. അങ്ങനെ പറഞ്ഞു, നീ പൈസയൊന്നും കൊടുക്കണമെന്നും പറഞ്ഞ് അവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇവൻ്റെ പേരിലുള്ള കേസ് കൊടുത്തിരിക്കുന്ന കോടതിയിൽ നിന്ന് അത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളോട് പറയുകയും ചെയ്തു. പുള്ളി അന്നേരത്തിന് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് കേസും കാര്യങ്ങളൊന്നുമില്ല. അന്നേരത്തിന് ഇയാൾ അവിടുന്ന് ഇറങ്ങിപ്പോകാൻ നേരത്ത് പറഞ്ഞു, കുറച്ച് പൈസയെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം, അതല്ലാതെ എനിക്ക് വേറെ പൈസയൊന്നും തരാനില്ല, ഞാൻ 3 ലക്ഷം രൂപ തന്നേക്കാമെന്ന്. അത് ഒരുമിച്ചല്ല, 6 മാസം കൊണ്ട് ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. പുള്ളിയും അന്നേരത്തിന് ഓക്കെ പറഞ്ഞു. പുള്ളി അതിനെ കേസ് അന്നേരത്തിന് റിമൂവ് അവിടെ പോയി കോടതിയിൽ നിന്ന് അത് മാറ്റുകയും ചെയ്തു. അത് മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് നടന്നത്. അതിനുശേഷം മറ്റ് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഈ തിരുപ്പൂർ മില്ലിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു, അവർക്കും പൈസ കൊടുക്കണമായിരുന്നു. എല്ലാവരും സാവകാശം നമുക്ക് ഒരു കൊല്ലമെങ്കിലും സാവകാശം തരുമ്പോൾ ബാക്കി പൈസ മുഴുവൻ കൊടുക്കാമായിരുന്നു. പക്ഷേ ആരും സമ്മതിക്കുന്നില്ല. ഇവർക്കെല്ലാം പേടി, ഞാൻ ഇവിടുന്ന് പോകുമെന്നുള്ള പേടിയാണ്. പക്ഷേ വൈഫ് ഹെൽത്ത് കെയർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. വൈഫ് അയർലൻഡിലോട്ടാണ് പോയത്. അപ്പം ആ സമയത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇതാ അവരോട് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവുന്നില്ല. എല്ലാം ആയപ്പോഴത്തേന് ആകപ്പാടിയതായിട്ട് നിന്ന് അവരിങ്ങോട്ട് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പേര് ഉടമ്പടി തൈലം എടുത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കും, വേദപുസ്തകം വായിക്കും. അതേവരെ ഞാൻ പള്ളിയിലും ഒന്നും അങ്ങനെ പോകത്തില്ല. വല്ലപ്പോഴും മാത്രം പള്ളിയിൽ പോകും. പോയാൽ തന്നെ നാടകശാലയുടെ അവിടെ നിന്ന് നിൽക്കത്തേ ഉള്ളൂ. ഓർത്തഡോക്സ് ഇടവകയാണ് ഞാൻ. അപ്പോൾ അവിടെ നിൽക്കത്തുള്ളായിരുന്നു, അകത്തോട്ട് കയറത്തില്ല. ഒരു 10 മണി സമയം പള്ളി വിരിയാറാകുന്ന സമയമാകുമ്പോഴത്തേനും അങ്ങോട്ട് ചെല്ലുള്ളായിരുന്നു. ഇവിടെ വരാൻ തുടങ്ങിയ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും, വേദപുസ്തകം വായിക്കും, എല്ലാം ചെയ്യും. അതിൻ്റെ ഇതായിട്ട് ആണ് പല അനുഗ്രഹങ്ങളും ഉണ്ടായത്. അതിനുശേഷം ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സോനു ഞങ്ങൾ സാവകാശം തരാം, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് തരാനുള്ള പൈസ പയ്യെ തന്നാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നാൽ മതി എന്ന് പറഞ്ഞ് അവരും പറഞ്ഞു. എങ്കിലും നമുക്കൊരു മനസ്സിലൊരു അവർക്ക് പൈസ കൊടുക്കണമല്ലോ, എങ്ങനെയും ഇതായിട്ട് കൊടുക്കണം. ഒന്നും റെഡിയാകുന്നില്ല. ഇവിടെ നാട്ടിൽ നിന്ന് ലോൺ എടുക്കാൻ നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ല. വെളിയിൽ നിന്നാണെങ്കിലും വൈഫാണെങ്കിലും ഇവിടെ നിന്ന് ലോൺ നോക്കിയിട്ട് ഒന്നും റെഡിയാകുന്നില്ല, ഒന്നുമില്ല. ആകപ്പാടെ പ്രശ്നത്തിലായിട്ട് നിൽക്കുക. അതിനിടയ്ക്ക് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട്. പക്ഷേ പെട്ടെന്നാണ് വൈഫ് അന്ന് പറഞ്ഞ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് വൈഫിന് അവിടെ നിന്ന് ലോൺ കിട്ടി. ഈ ലോണെല്ലാം കൊടുത്ത് ഇവരെല്ലാം പ്രശ്നങ്ങളെല്ലാം ഒതുക്കി. മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ ലോൺ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കാരണം പോയിട്ട് അധികം ആയില്ല. അതിനുള്ള ഈ ലോൺ കിട്ടി, ഈ പൈസ കൊടുക്കാനും എല്ലാം പറ്റി. പിന്നെ അതിനുശേഷം വൈഫാണ് OET എഴുതി പാസ്സായി നേഴ്സായിട്ട് ജോലിക്ക് കയറണമെന്ന് വെച്ചുകൊണ്ടായിരുന്നു. കുറേ പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ലായിരുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം എഴുതി ലിസണിങ് കിട്ടാനുണ്ട്, ബാക്കിയെല്ലാ വിഷയവും കിട്ടി. അത് മാത്രം എഴുതിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടിത്തെല്ലാം തിരിച്ച് പ്രാർത്ഥിച്ച് ഇത് പഠിക്കാൻ പറഞ്ഞു. അന്ന് പോയി പരീക്ഷ എഴുതിയപ്പോൾ അവിടെ പരീക്ഷ എഴുതാൻ ചെന്നിട്ട് അത് അവിടുത്തെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കേൾക്കുന്നില്ല. അവിടെ വൈഫ് അയർലൻഡിൽ തന്നെയാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ അവിടെ വെച്ച് സ്പീക്കർ കംപ്ലൈൻ്റ് ആയിട്ട് കേൾക്കുന്നില്ല. അവിടുന്ന് പിന്നെ അവരെയും കൊണ്ട് വേറെ സ്ഥലത്തോട്ട് പോയി അവിടെ വെച്ച് പരീക്ഷ എഴുതിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ സ്പീക്കറിന് അതിനെ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അവർ കറക്റ്റായിട്ട് എഴുതി. പിന്നെ റിസൾട്ട് അന്നേരം വൈഫ് വിളിച്ച് പറഞ്ഞു, പരീക്ഷ എളുപ്പമായിരുന്നു, ഞാൻ ജയിക്കും, ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ടൈമായപ്പോഴത്തേനും അവരത് തടഞ്ഞു വെച്ചു. റിസൾട്ട് വരുന്നില്ല, തടഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ ഇവിടെ ഒരു ജൂലൈ ഇവിടെ വന്ന് വീണ്ടും പള്ളി വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് വൈഫ് വിളിച്ചിട്ട് പറയാണ്, എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. ന്യൂസിലാൻഡ് സ്കോർ കിട്ടി. അപ്പോൾ ഇനി ധൈര്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അയർലൻഡ് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും റെഡിയാകുന്നില്ല, വിസയും റെഡിയാകുന്നില്ല, ഒന്നും ആകുന്നില്ലായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും ഇത് പെൻഡിങ്ങായി കിടക്കുക, ഒന്നും ആകുന്നില്ല. 3-4 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ വല്യമ്മ ഈ കഴിഞ്ഞ 5-ാം തീയതി, അച്ഛൻ്റെ അമ്മ ഈ കഴിഞ്ഞ 5-ാം തീയതി മരിച്ചു. അടക്ക് ഒരു 8-ാം തീയതി ആയിരുന്നു. മോള് വരാൻ ഉണ്ടായിരുന്നു, കുവൈറ്റിലായിരുന്നു പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരി വരാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്ത് നിന്നു. 8-ാം തീയതി അടക്കി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വിസ വന്നു. എനിക്ക് അയർലൻഡിലേക്ക് പോകാം. ഞാൻ ഈ 20-ാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ്.